ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ കണി നല്ല അടിപൊളി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ മേലെ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ. അപ്പോൾ ഇതാ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഓട്ടട ഇട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മാവ് ഞാൻ ചാമ്പി വെച്ചതാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അത് സെറ്റാക്കുള്ളൂ. ഓട്ടടയ്ക്കുള്ള കറിയാണ്, ഇന്നത്തെ മീൻ കറിയാണ് കേട്ടോ. പിന്നെ അയിലക്കറിയാണ്. പിന്നെ ഇതാ ഇതിലേക്കുള്ള ഫുഡ് എടുത്ത് വെച്ചാണ്, വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് ഐസ് പോകാൻ. പിന്നെ ഞങ്ങൾക്ക് ഇന്നത്തേക്കുള്ളതാണ്. എന്താ മീനെന്ന് അറിയില്ല, നോക്കട്ടെ. ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നോക്കിയിട്ടില്ല. ഇതാ മത്തിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചീരൻ്റെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിന്ന് എന്തായാലും കുറച്ച് ലേറ്റാവും വരാൻ. ഇന്നലെയും 8 മണി കഴിഞ്ഞിട്ട് എത്താൻ ഷോപ്പിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ 6:30 പോകണം വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ചീരൻ്റെ നല്ല നാടൻ ചീരൻ്റെ ഉണ്ട്. അപ്പോൾ അത് അരിഞ്ഞുകൊണ്ട് കഴിയാറായിക്കണം. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഇതാ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടല്ലേ. വേനൽ മഴ അങ്ങനെ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് മഴ മൂടലുണ്ട്, പക്ഷെ മഴ ഒന്നും പെയ്യണ കാണാനില്ല. ജസ്റ്റ് ഒന്ന് ചാറിപ്പോയിക്കണം. ഇന്നലെ രാത്രിയാണ് തോന്നണം, രാത്രിയാണ്, രാവിലെ പെയ്യുന്നില്ല, ഒന്ന് ചാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളിതൊക്കെ റെഡിയാക്കിയിട്ട് വേണമെങ്കിൽ ഷോപ്പിലേക്ക് പോകണമെങ്കിൽ അസ്മികുട്ടൻ മദ്രസക്ക് പോയിട്ടാണ്. ഞാൻ ആളോട് പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ പോകുമെന്നൊക്കെ, പക്ഷേ പോകാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഇനി ഇത് സെറ്റാക്കട്ടെ. അപ്പോൾ പണികളൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ ഇനി നാളെ വിഷയമാണ്. അപ്പോൾ പിന്നെ ഇന്ന് എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചീര ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നീ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. എന്താടാ നീ വേണടാ. കഴിക്ക്. അപ്പോൾ അതാ നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടോ, 9 മണി അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അസ്മികുട്ടനെ വീട്ടിലാക്കിയിട്ടുണ്ട്. ചായ കുടിക്കാൻ മദ്രസ നട്ടിട്ടോ, കുറച്ച് ലേറ്റായി. ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ്, കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. ഇല്ലടാ മിന്നാസ വായോ. ഓ പുൽക്കൈയൊക്കെ ഇട്ടിട്ട് സുന്ദരനായിക്കണല്ലോ. എടാ മിന്നാസ, ഇതാണ് ഇപ്പൊ കൊറേ ഇറങ്ങിക്കണില്ലേ. അപ്പോൾ ഇതാ ഞാൻ ഓൾട്രേഷൻ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ കുറച്ചൊക്കെ ചെയ്തു, അതിൻ്റെ ബാക്കിയൊന്നും ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ അത് കംപ്ലീറ്റ് ആയി. അത് ടോപ്പും പിന്നെ പാൻറ്റും, പെട്ടെന്ന് പറയുമ്പോൾ സ്കേർട്ടിൽ നിന്ന് ആയി പോവാണ്. അപ്പോൾ പാൻറ്റ് കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് ഞാൻ ചോറ് നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതാ ചായയും പെന്നാണ് കഴിക്കണത്. ചോറ് തിന്നാൻ പോകാൻ പറ്റിയില്ല, നേരം കിട്ടിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരു ഭയങ്കര കേട്. വിശക്കണമുണ്ട്, പക്ഷേ പോകാൻ ടൈം കിട്ടിയില്ല, അതൊക്കെ പ്രശ്നം. അപ്പോൾ അതാ ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ ഞാൻ വിഷുവിന് അടിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. എല്ലാ ഡ്രസ്സിൻ്റെ വീഡിയോസ് എനിക്ക് തിരക്കിനിടയിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫോട്ടോ സെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യത്തെ നല്ലൊരു സർക്കുലർ പാൻറ്റാണ് കേട്ടോ. ഇതൊരു 6-7 വയസ്സായ കുട്ടികളുള്ളതാണ്. നല്ലൊരു റെഡ് കളറിലെ അതിമങ്ങനെ ഗോൾഡൻ വർക്ക് വന്നിട്ടാണ്. പിന്നെ അതിൻ്റെ അരയ്ക്ക് ഞാൻ അലാസ്റ്റിക്കും ഫ്രണ്ടിൽ പട്ടയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രീന്, നല്ലൊരു നല്ലൊരു കടുമല്ല, എന്നാലും ഒരു പച്ച പോലത്തേന്. അപ്പോൾ അത് സ്ലീവ്ലെസ്സാണ്, ബാക്കിൽ ഷിപ്പ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൈയും ഒരു പ്രത്യേക അങ്ങനെ ഒരു ഇതായിട്ടുള്ള മോഡലിലാണ് കൊടുത്തത്. ഇത് മോഡൽ കസ്റ്റമർ തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ അത്യാവശ്യം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ അസ്മി ഒരു 3 മണിയായപ്പോൾ അസ്മിനെ കൊണ്ടുവന്ന് ഞാൻ എന്നിട്ട് ആളെ ഉറക്കിക്കണം കേട്ടോ. ഇതേ ആളിവിടെ നല്ല കിടന്നുറങ്ങലാണ്, ഒരു ശല്യമില്ലാതെ കിടന്നുറങ്ങുക. മറ്റേത് വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ ആൾ ഭയങ്കര കളിയല്ലേ. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 6 മണിയൊക്കെ ആവും എത്താൻ. അപ്പോൾ ക്ഷീണം ഉണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഓനെ ഉറക്കിയിട്ടാണ്.
അപ്പോൾ അത് അത്രയും വർക്കുകളാണ് എനിക്ക് ഇന്ന് നാളെയായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. മാക്സിമം ഇന്ന് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തയ്ച്ചതാണ് കേട്ടോ. ഇതും വിഷുവിനുള്ള തന്നെയാണ്, അതിൻ്റെ അടുത്തുള്ളതൊക്കെ വിഷുവിനുള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അസ്മിക്കുട്ടൻ വാവ ഉറങ്ങി നീറ്റിക്കണ്. പിന്നെ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അർച്ചനോട് ഞാൻ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അതാ കുബൂസ് ഉണ്ട്, പിന്നെ എന്തൊക്കെ വിഭവങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യാത്ത. അങ്ങനെ നല്ല വിശപ്പുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ആസ്മികൂട്ടനും അർഷും പൊറാട്ടയാണ് കഴിക്കുന്നത്, ഞാൻ പൊറാട്ട കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുബൂസ് കൊടുന്നത് കേട്ടോ. പിന്നെ ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല തട്ടിവിട്ട്. പക്ഷേ എനിക്ക് നല്ലപോലെ കഴിക്കാനും പറ്റില്ല. അതിൻ്റെ ഇടയിൽ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നാളേക്കുള്ള ഡ്രസ്സ് വേഗം കൊടുക്കണ്ടേ. ഇനി ഇത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അസ്മികൂട്ടനെ വീട്ടിൽ തന്നെ പറഞ്ഞേക്കണം. പിന്നെ ഇതാ എൻ്റെ ഇന്നത്തെ വർക്ക് അത്യാവശ്യം കംപ്ലീറ്റായി. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കസ്റ്റമറിന് കൊടുക്കാനുള്ള ലഗേജുകളും എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുണ്ട്. പിന്നെ നാളെ നേരത്തെ വരണം കേട്ടോ ഷോപ്പിലേക്ക്. അപ്പോൾ ഞാനിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്, 4 മണിക്ക് തന്നെ പോകുന്നു കേട്ടോ. പിന്നെ ആ നേരത്തെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്താ നേരത്തെ എത്തി കേട്ടോ ഷോപ്പിലാണ്. അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കണ്ടോ, അതെ അതാണ് അമ്പലം. അപ്പോൾ നമുക്കിന്ന് എന്താ പറയുക, വർക്കുകൾ വിഷുവിൻ്റെ വർക്കുകളൊക്കെ ഒന്ന് കൊടുത്ത് കഴിക്കണ്ടേ. 7 മണിയാകുമ്പോഴത്തേനും അമ്പലത്തിൽ എത്തുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ അമ്പലത്തിൽ പാട്ടുകൊണ്ട് ഞാൻ പറയണ കേൾക്കാനുണ്ടാന്ന് അറിയില്ലല്ലേ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഇത് ഓട്ടോറിക്ഷ പരിപാടികളൊക്കെ കഴിച്ചു. പക്ഷെ ഇന്ന് കൊടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വന്നു. നല്ല സാൻഡിലിൻ്റെ ചെന്നത്തിരി കേട്ടോ. അപ്പോൾ പിന്നെ ഓട്ടോറിക്ഷന് ഇതുണ്ട്, ചിലതൊക്കെ ഇപ്പം ഇന്നലെ കൊടുത്തിട്ടോ. അപ്പോൾ ഇത് ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പരിപാടി. അപ്പോൾ അതാ നേരം വരെ കുറച്ച് വെളുത്ത് കഴിഞ്ഞിട്ടോ. ദേഹമുണ്ടോ നേരം വെളുത്ത്, സമയം 7 മണി. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുന്ദരേട്ടൻ വന്നിട്ടോ. സുന്ദരേട്ടൻ വന്ന് എനിക്ക് സ്പെഷ്യൽ ചായ തന്നു. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കസ്റ്റമർ ഉണ്ടാവില്ലേ, അപ്പോൾ അവർ വരുന്നതുകൊണ്ടാണെന്ന് സുന്ദരേട്ടൻ കുറച്ച് നേരം ഒരു 8 മണിയോ 9 മണി വരെ ഷോപ്പ് തുറക്കുള്ളൂ എന്നാണ്. കുറച്ച് നേരം തന്നെ, സമയം പറഞ്ഞിട്ടില്ല, കുറച്ച് നേരം ആൾ തുറക്കാൻ തന്നെ. അപ്പോൾ അതേ ഭാഗ്യത്തിന് എനിക്ക് ചായ ഇട്ടിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഒന്ന് വ്യസ്ത വണ്ടാറടങ്ങിയിരുന്നു. ഇതുണ്ട് കിട്ടിയാൽ പിന്നെ ഫുള്ള് എനർജിയാണ്. അപ്പോൾ ഇതാ ഞാൻ ഓൾട്രേഷൻ തുടങ്ങി. കുറേ ഓൾട്രേഷൻ ഉണ്ട്, ഭയങ്കര മടിയാട്ടോ. വെട്ടിയടിക്കണേക്കാട്ടി പാടാണ് ഈ ഓൾട്രേഷൻ പരിപാടി. എന്നാൽ വെട്ടിക്ക് അത്ര പാടില്ല കേട്ടോ. അപ്പോൾ ചായ കുടിക്കട്ടെ ചൂടാറുമ്പോഴത്തേന്. അപ്പോൾ അതാ അത്യാവശ്യം ഓൾട്രേഷൻ പരിപാടി കഴിഞ്ഞ് പിന്നെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈത്തപ്പഴം കഴിക്കണത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ തന്നതാണ് എനിക്ക്. എന്താ പറയുക, നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ഈത്തപ്പഴം. പിന്നെ ഇതിങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് അസ്മിനെ ഓർമ്മ വന്നത്. ഞാൻ ഇന്നലെ രാവിലെ കണ്ടതാണ് അസ്മിനെ, പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. രാത്രി കണ്ടു. അതായത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇന്നലെ ഞാൻ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ 12 മണിയായി. അപ്പോൾ അത്ര ലേറ്റായിട്ടല്ലേ പോയത്. അതുകൊണ്ട് ഉമ്മാൻ്റെ കൂടെയാണ് അവനെ ഉറങ്ങിയത് കേട്ടോ ഇന്നലെ. അപ്പം ഞങ്ങളെ കൂടെ അല്ല. അപ്പോൾ രാത്രി എനിക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ 4 മണിക്ക് നീറ്റിട്ട് ഞാൻ അങ്ങോട്ട് ഷോപ്പിലേക്ക് പോരും ചെയ്തില്ലേ. അപ്പോൾ എനിക്ക് അവനെ കാണാൻ പറ്റില്ല, ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ വിളിച്ചപ്പോൾ അവൻ അവിടെ ഇല്ല, അവന് കളിക്കാൻ പോയിക്കണം, മാമൻ്റെ വീട്ടിലേക്ക് പോയിക്കണം കളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മളെ സീസൺ സമയത്ത് ഇങ്ങനെ അവനെ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഫോൺ വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ അവിടെ ഫോൺ വിളിച്ചാൽ കിട്ടണില്ല, അത് ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ അതാ എൻ്റെ കസ്റ്റമറാണ് കേട്ടോ. അവർ എനിക്ക് പായസറ്റ് വന്നതാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലത്. പായസറ്റ് വന്നതാണ് കേട്ടോ അവർ. ഇന്നലെ നൈറ്റ് ഞാൻ 10 മണിക്ക് മോളുടെ ഡ്രസ്സ് അടിച്ചിട്ട്
അവർ കൊണ്ടുപോകും. അപ്പോൾ എന്നോട് ചോദിച്ച് ഇവിടെ ഉണ്ടാവുമോ നാളെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറ്റിയ പായസം കൊണ്ടുവന്നരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പായസമൊക്കെ എത്തി വന്നിട്ട് ആൾ എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായി. അപ്പോഴേ ഞാനിതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പായസം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അസ്മിക്കുട്ടനിക്ക് കൊടുക്കാം. പിന്നെ അവിടെ സുൻ ചേച്ചിയും നമ്മളെ അയൽവാസി ചേച്ചിമാരൊക്കെ പായസവും പിന്നെ അതിൻ്റെ വിഭവങ്ങളൊക്കെ തരാറുണ്ട്. തോരനോ പേരൊക്കെ തരാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ സമയം 1 മണിയായിട്ടോ. എനിക്ക് ചെന്നിട്ട് 1 മണിക്കൂറൊന്ന് കിടന്ന് ഉറങ്ങണം എന്നുണ്ട്. മാക്സിമം ഒന്ന് ഉറങ്ങിയിട്ട് ഷോപ്പിലേക്ക് പോകാൻ വെച്ചിട്ടാണ് കേട്ടോ. ഇതേ ഞാൻ ഇവിടെ എത്തി. ജസ്താത്താൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടോ. താത്ത എന്തോ മെസ്സേജ് അയച്ചു നിൽക്കി എടുക്കാൻ നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി പോട്ടെ. അപ്പോൾ ഓണത്തിൻ്റെ വിഭവങ്ങളെല്ലാവരും 2 വീട്ടിൽ നിന്ന് അയൽവാസികൾ തന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി, പുളിഞ്ചി, പിന്നെന്താണ് സാമ്പാറുണ്ട്, തോരനുണ്ട്, പിന്നെ അവിയലുണ്ട്, പിന്നെന്താണ് എന്തെല്ലാം ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു വീട്ടിൽ നിന്ന് തന്നാണ്. നല്ല എന്താ പറയുക ബീഫിൻ്റെ ബിരിയാണിയാണ്. പിന്നെ ഇതൊക്കെ സ്പെഷ്യൽ പായസം സേമിയ പായസമാണ്. ഇതൊരു വീട്ടിൽ നിന്ന്, അതൊരു വീട്ടിൽ നിന്ന്, ഇതൊരു വീട്ടിൽ നിന്ന്, പിന്നെ ഇത് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന് അതിന് അതൊക്കെ സേമിയ പായസങ്ങളാണ് കേട്ടോ. പിന്നെ അച്ചാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവാക്കിയിട്ട് നല്ലൊന്ന് കിടന്നുറങ്ങാൻ വിചാരിച്ചു. പക്ഷേ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിലേക്ക് കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കല്യാണ വർക്ക് ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പോവുകയാണ്. അസ്മിനെ ഞാൻ കൂട്ടിയിട്ടോ. ഹായ്, ഗുഡ് ഈവനിങ്. ഇതേ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാണ്ടോ? അസ്മി കൂട്ടാ, ഈ എവിടെ ഇന്നത്തെ ദിവസം? ഇതാ ഞാൻ ഓൾട്ടർ ചെയ്തൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഇല്ല, ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അസ്മി കൂട്ടൻ പറ, ഈ എവിടെയായിരുന്നു? പായസം കുടിച്ചോടാ? പിന്നെ അസ്മകൂട്ടൻ ഒന്ന് കടലിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാനും പറഞ്ഞ് പോവാമെന്ന്. പക്ഷേ എനിക്കൊരു ഉറക്കമുണ്ട്. അപ്പോൾ ആ കാരണം ഒന്ന് പോയിരാ പറ്റിയെങ്കിൽ നാളെ പോകണം. എടാ എന്നെ കൊണ്ടുപോകും കടലിൽ കാണാൻ. അപ്പോൾ ഇനി ഓൾട്രേഷൻ ചെയ്തൊക്കെ കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, ബായ് ബായ്. അമ്പലത്തിൽ നിന്ന് പാട്ടുള്ളതുകൊണ്ട് ഞാൻ പറയണ കേൾക്കണ്ടോയെന്ന് അറിയില്ല. അവിടുന്ന് വീഴോ, ഇറങ്ങി. അപ്പം ഞാനേ മെയിനായിട്ട് ഇപ്പോൾ ഈ നേരത്തെ വന്നത് എന്താ വെച്ചാൽ എനിക്ക് ഒരു കല്യാണ വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലോത്തുകൾ ക്ലോത്ത് സൗണ്ട് ഉണ്ടാക്കല പൊന്നെ കസ്റ്റമർ കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് മഞ്ഞ കല്യാണത്തിനുള്ളതാണ്. ഫ്രോക്ക് തയ്ക്കാനുള്ളതാണ് കേട്ടോ. ഉണ്ടോ, ഫ്രോക്ക് തയ്ക്കാനുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വേറെ ഉണ്ട്. ഇത് ഒരു ടോപ്പ് തയ്ക്കാനുള്ളതാണ്. നല്ലൊരു അത്യാവശ്യം ഗിൽറ്ററായിട്ടുള്ള ടോപ്പ് തയ്ക്കുക. അത് പരാഗ് എന്നാണ് കേട്ടോ എടുത്തത്. പരാഗ് തിരൂർ പരാഗ് എന്നാണ് കേട്ടോ. പിന്നെന്തോ ചുരിദാർ. അങ്ങനെ ടോപ്പ് ഉണ്ട്. അതുണ്ട്, ഇതുണ്ട്. ഇത്രയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പോൾ ആൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് വന്നത്. അപ്പം ഇനി അത്രക്കുള്ളൂ വീഡിയോ. പൊന്നൂട്ടാ എവിടെ? ഓക്കെ, ബായ്. പോവാ, വീട്ടിൽ പോവാ. ബായ് ബായ്.